എന്താണ്? നിങ്ങൾക്ക് പൂജ ചെയ്യാൻ അറിയോ? വെറും പൂജയല്ല, പാദപൂജ. ഇനി അതൊക്കെ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോണട്ടാ. പുസ്തകത്തിൽ ഇത് പഠിച്ചിട്ടില്ലാച്ചാലും പാദപൂജ മസ്റ്റായിട്ട് പഠിക്കണം. അതാണ് ഇത്ര ഗുരുഭക്തിയുള്ള കുട്ടികളുടെ ക്വാളിഫിക്കേഷൻ. ഗുരുഭക്തിയുള്ള ഒരു കുട്ടീനെ എങ്ങനെ ഉണ്ടാക്കാം? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നോ അതിലധികമോ അധ്യാപകർ, കുറച്ച് കുട്ടികൾ, കുറച്ച് പുഷ്പം, കുറച്ച് വെള്ളം, വേണമെങ്കിൽ ഒരു വിളക്കും കൂടി ഇരുന്നോട്ടെ. എന്നിട്ട് കുട്ടീനെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിച്ച് പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഓൺ ദ സ്പോട്ടിൽ കുട്ടിയുടെ ഉള്ളിൽ ഗുരുഭക്തി പൊട്ടിമുളയ്ക്കുന്നു. അതാണ് തിയറി ട്ടോ. RSSന്റെ നേതൃത്വത്തിൽ സ്കൂൾ നടത്തുന്ന ഭരണാധികാരികൾ പറയുന്നത് കേട്ടു, ഞങ്ങൾ കാല് കഴുകുന്നതിന് എല്ലാ സ്കൂളുകളിലും പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ എല്ലാ സ്കൂളുകളിലും കാല് കഴുകുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്താൽ സ്കൂളൊന്നും നിയമപരമായി നടത്തിക്കൊണ്ട് പോകുന്ന കാര്യം പ്രയാസമാണ്. നിയമപരമായിട്ട് പ്രവർത്തിക്കേണ്ട, അതാണ് ലക്ഷ്യം. അതായത് ഇവിടുത്തെ ജനാധിപത്യ രീതിയൊക്കെ മാറണം. എന്നിട്ട് ഇവിടെ രാജഭരണം വരണം. പിന്നെ ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം ഒക്കെ എടുത്തു മാറ്റിട്ട് ഇവിടെ ഗുരുകുല സമ്പ്രദായം കൊണ്ടുവരണം. അങ്ങനെ പിന്നോട്ട് സഞ്ചരിക്കുമ്പോ കിട്ടണ ഒരു ഇതുണ്ടല്ല, ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് ഭാരതത്തിന്റെ പൾസർ എന്ന ജീമാരുടെ മനസ്സ് വേണം, എന്നാലേ മനസ്സിലാവുള്ളൂ. സില്ലി പീപ്പിൾസ്. യഥാർത്ഥത്തിൽ പാദപൂജയും ഗുരുഭക്തിയും രണ്ടും രണ്ടാണ്. ഒരു ഗുരുവിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് കാല് കഴുകിച്ചല്ല, മറിച്ച് ഒരു ശിഷ്യന്റെ മനസ്സിൽ നിന്നും അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന സ്നേഹാദരവുകളാണ് ഒരു ഗുരുവിനോടുള്ള ഭക്തി. അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ മിനിസ്റ്ററെ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അധ്യാപകരെ മാത്രമല്ല BJPയുടെ നേതാക്കളുടെയും പാദപൂജ നടത്താം. അതെങ്ങനെയുണ്ട്? ആലപ്പുഴയിലെ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിലെ പിള്ളേരെ കൊണ്ട് നമ്മുടെ BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ പാദം പൂജിപ്പിച്ചു. അയ്യോ, മാവനോടൊന്നും തോന്നല്ലേ, ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നതാണേ. RSS ഏതോ ഒരു പ്രാകൃത യുഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ രാജ്യത്ത് ഉടനീളം നടത്തുന്നത് കേരളം അതിനോട് എല്ലാ കാലത്തും പ്രതിരോധിച്ചു. പക്ഷേ കേരളത്തിലും ഇപ്പോൾ കടന്നുകൂടുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം തീർച്ചയായും കേരളീയ പൊതുസമൂഹം പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഗുരുഭക്തി ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ വന്നിരിക്കണു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഗുരുഭക്തി ഇല്ലെങ്കിലും ഗുരുഭക്തി ഉള്ളൊരു ലീഡർ നമുക്ക് ഉണ്ടല്ലോ. ആരാ? നമ്മുടെ ഗവർണർജി തന്നെ. അല്ലാണ്ടാര്? ഗവർണർക്ക് എന്താ ഇതിൽ കാര്യം ചോദിക്കരുത്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും തലയിടലാണല്ലോ ഞങ്ങളുടെ ഗവർണർജിയുടെ ഒരു ഹോബി. സർവകലാശാല വിഷയം തൊട്ട് ഇങ്ങോട്ട് കുറെ ഉദാഹരണങ്ങൾ മുന്നിലില്ലേ. Guru Puja is our culture, and in that culture, if we try to forget our culture, we will forget ourselves. We will be nowhere in this world. കൾച്ചർ എന്താണെന്ന് അറിയാത്ത കൾച്ചർലെസ് പീപ്പിളിനോട് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തുട്ടാ കാര്യം എന്നാണ് ഗവർണർജി ദാ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ഗുരുക്കന്മാരെയും BJP നേതാക്കളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കുറെ പുഷ്പവും വെള്ളം കൊണ്ട് പാദപൂജ ചെയ്യണം. അതാണ് ഭാരതത്തെ അറിയാനുള്ള പ്രോട്ടോകോൾ. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? We cannot blame our children. If at all we want to blame ourselves. It is our mistake that we cannot give proper sanskar to our children. അത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളൂ. ഇവർക്ക് പാദപൂജ നടത്തണം അത്രയ്ക്ക് നിർബന്ധാണിച്ചാല് ഇതൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി ചെയ്യിച്ചൂടെ? ഇതൊക്കെ വിദ്യാലയങ്ങളിലേക്ക് എഴുന്നള്ളിക്കണത് എന്തിനാണോ എന്തോ. ഗവർണർജി അടക്കം പലരും പാദപൂജനെ സപ്പോർട്ട് ചെയ്തിട്ടും ഈ ബ്ലഡി മലയാളി സൈന് സമ്മതിക്കണില്ലെന്നേ. കുട്ടികളുടെ മനസ്സിൽ മതം കുത്തിവെക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം. SFIയുടെ ബാനറൊക്കെ ഒന്ന് കാണണമായിരുന്നു. പാദപൂജ ചെയ്തല്ല, പാടത്ത് പണിമുടക്ക് നടത്തിയാണ് വിദ്യാഭ്യാസം നേടിയത്ര. കാര്യം ശരിയാണെങ്കിലും അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടാ? നാലാള് കേട്ടാ എന്താ വിചാരിക്കുക? ഭാരതീയ സംസ്കാരവും ഗുരുപൂജയൊക്കെ ഇടിഞ്ഞ് താഴെ വീഴില്ലേ? മതാചാരങ്ങൾക്ക് ആരും ഇവിടെ എതിരല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷെ കുട്ടികള് മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണെന്ന് പഠിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക് ഗുരുപൂജ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ വി ആർ ദി സോറി ട്ടാ, എല്ലാവരും ശക്തമായി തന്നെ എതിർക്കും. ഇങ്ങനെയുള്ള വിഷയം വരുമ്പോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രി എടുക്കണ നിലപാടുണ്ടല്ലോ, അത് പൊളിയാണ്. ഇത് കേരളാണ്, ഇവിടെ ഇങ്ങനെയാണ്.